കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഇന്ത്യക്ക് ടോസ് കിട്ടി, അതും ഇടത് കൈ കൊണ്ട് ടോസ് ചെയ്ത് ഇന്ത്യ ബോളിംഗ് ചൂസ് ചെയ്തു, ചേസ് ചെയ്തു വിജയിച്ചിട്ടുള്ളൊരു മത്സരമായിരുന്നു കണ്ടെങ്കിൽ ഇന്നത്തെ മത്സരത്തിലും ഗില്ല് ഇടത് കൈ കൊണ്ട് തന്നെ ടോസ് ചെയ്തു. പക്ഷേ ടോസ് ലഭിക്കുന്നില്ല, ന്യൂസിലൻഡിന് കിട്ടി. ഇന്ത്യ ബാറ്റിങ്ങിന് പറഞ്ഞു വിട്ടു, ചേസ് ചെയ്ത് ന്യൂസിലൻഡ് 255 റൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിജയലക്ഷ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. ഇന്ത്യ 284-7 എന്ന് പറയുന്ന നിലയിലാണ് അവസാനിച്ചിരുന്നത് 50 ഓവറിൽ. എന്നാണെങ്കിലും അവരത് 15 ബോൾ ബാക്കി നിൽക്കെ 7 വിക്കറ്റിന് ഒരു വിജയം സ്വന്തമാക്കി എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഭേദപ്പെട്ടൊരു തുടക്കം തന്നെയാണ് രോഹിത് ശർമ്മയും അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും കൂടി ചേർന്ന് കൊടുത്തത്. ഇപ്പം 12 ഓവർ കഴിഞ്ഞ് 13ാമത്തെ ഓവറിലാണ് രോഹിത് ശർമ്മയുടെ ഒരു വിക്കറ്റ് നഷ്ടമാകുന്നത്. 38 പന്തിൽ 24 എന്ന് പറയുന്നൊരു നിലയിൽ അദ്ദേഹം ആ ഒരു ഗിയർ ഷിഫ്റ്റിങ് ആ ഒരു മോഡിലോട്ടൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം ആദ്യം കുറച്ചും കൂടി ഒരു ആങ്കർ ചെയ്തിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഗില്ലിൻ്റെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആങ്കറിങ് ആ ഒരു പേര് പറഞ്ഞിട്ട് ഒരു പഴി വാങ്ങാറുണ്ടല്ലോ. പക്ഷേ ആദ്യത്തേക്ക് ഒരു 20 ബോൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറച്ച് ഗിയർ ചേഞ്ച് ചെയ്ത് ഒരു അഗ്രസീവ് മോഡിൽ തന്നെയാണ് കളിച്ചത്. 53 പന്തിൽ 56 റൺസ് എന്ന് പറയുന്നൊരു നിലയിലാണ് അദ്ദേഹം ഔട്ടായി പോകുന്നത്. എനിവേ നല്ലൊരു തുടക്കം കിട്ടിയെങ്കിലും പക്ഷേ പിന്നീടൊരു തകർച്ച. ഇപ്പം വിരാട് കോഹ്ലിക്കാണെങ്കിൽ ഈ മത്സരത്തിൽ 29 ബോൾ 23 റൺസ് എടുക്കാനേ സാധിച്ചിട്ടുള്ളൂ. അദ്ദേഹം കുറ്റി തെറിക്കുകയാണ് ബാറ്റിൽ കൊണ്ടിട്ട്. അതിനുശേഷം ശ്രേയസ് അയ്യർ ആണെങ്കിലും 17 ബോളിൽ 8 റൺസ് എടുത്ത് ആണ് ഔട്ടാകുന്നത്. അങ്ങനെ 23.3 ഓവർ എത്തുന്ന സമയത്ത് 118-4 എന്ന് പറയുന്ന ഒരു മോശമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഇന്ത്യ പോയി എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് KL രാഹുൽ എത്തി. KL രാഹുലാണ് ഈ ഒരു മത്സരത്തിലെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് മിസ്റ്റർ ഡിപ്പെൻഡബിൾ എന്ന് എന്താണേലും നമുക്ക് അദ്ദേഹത്തെ ഇനി ഒരിക്കൽ കൂടി വിശേഷിപ്പിക്കാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. ആദ്യം ജഡേജയുമായിട്ട് ചേർന്ന് നിന്നിട്ട് ഒരു പാർട്ണർഷിപ്പ്, അത് 73 റൺസിൻ്റെ 88 ബോളിൽ, അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡിയായിട്ട് 49 പന്തിൽ 57 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് അദ്ദേഹം നേടിയെടുത്തു എന്നുള്ളതാണ്. ഇതിൽ ഇപ്പം ജഡേജയായിട്ട് ഉണ്ടാക്കിയെടുത്തുള്ള പാർട്ണർഷിപ്പിനെ പറ്റിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത്രയും ബോൾ എടുത്തു, അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, ആകെ ഒരേ ഒരു ബൗണ്ടറി അടിച്ചുള്ളൂ. പക്ഷേ ഈ ഒരു മത്സരത്തിൽ അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു സപ്പോർട്ട് കേരളാവിന് കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സമീപകാലത്തെ അദ്ദേഹത്തിൻ്റെ ODIയിലെ പെർഫോമൻസും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഉള്ള എല്ലാം അവിടെ നിൽക്കാം. ഈ ഒരു മാച്ചിലെ ഈ ഒരു ബാറ്റിംഗ് പെർഫോമൻസിനെ പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് നിതീഷ് കുമാർ റെഡ്ഡി വന്നിട്ടും 21 പന്തിൽ 20 ബോൾ എന്ന് പറയുന്നൊരു മോശമല്ലാത്തൊരു കൂട്ട് കൊടുത്തു. ഹർഷിത് റാണ കഴിഞ്ഞ മത്സരത്തിലെ പോലെ അദ്ദേഹത്തിന് വർക്കായില്ല, 4 പന്തിൽ 2 റൺസിന് എടുത്ത് ഔട്ടായി. പിന്നെ അവസാനം സിറാജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും KL രാഹുലിൻ്റെ ഇന്നിങ്സ് ആണ് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നിട്ട് കൂടി 92 പന്തിൽ 112 റൺസ് എന്ന് പറയുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള, അദ്ദേഹത്തെ ഓപ്പണറായിട്ട് ഇറക്കിക്കോളൂ, 1 ഡൗൺ ആയിട്ട് ഇറക്കിക്കോളൂ, 3 ഡൗൺ ആയിട്ട് ഇറക്കിക്കോളൂ, ഏത് റോളിലാണെങ്കിലും ഫിനിഷറായിട്ട് ഇറക്കി കഴിഞ്ഞാലും അദ്ദേഹം കളിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം നമുക്ക് ഈ ഒരു മത്സരത്തിലും കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പം ന്യൂസിലൻഡിൻ്റെ ബോളേഴ്സിൻ്റെ പെർഫോമൻസ് എടുത്തു പറയുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ജാമിസൻ്റെ പെർഫോമൻസ് ആണ് നമ്മൾ ഏറ്റവും ഒരു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ക്രിസ്റ്റ്യൻ ക്ലാർക്ക് 3 വിക്കറ്റുകളാണ് നേടിയത്. അതും ഏറ്റവും എടുത്തു പറയുന്നത് ഇപ്പോൾ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നേടി, ശ്രേയസ് അയ്യറിൻ്റെ വിക്കറ്റ് നേടി, വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നേടി. അങ്ങനെ ക്രൂഷ്യലായിട്ടുള്ള 3 വിക്കറ്റ്സുകൾ നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. ജാമിസൺ ആണെങ്കിൽ ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ട്, ഫോക്സ് ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ട്, ലെനക്സ് ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ട്, ബ്രേസ്വെൽ ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് തുടരെ വിക്കറ്റുകൾ നഷ്ടമായി പോയി. 300+ എടുക്കാതിരുന്നത് തന്നെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ 284 എത്തിയത് തീർച്ചയായിട്ടും ആ ഒരു KL രാഹുൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കഴിഞ്ഞൊരു മത്സരത്തിൽ ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓപ്പണേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെങ്കിലും ഇന്ത്യയുടെ ഈ ഒരു 285 എന്ന് പറയുന്ന വിജയലക്ഷ്യം പിന്തുടർന്നെത്തിയിട്ടുള്ള ആ ഒരു ന്യൂസിലൻഡിൻ്റെ ഓപ്പണേഴ്സിൻ്റെ വിക്കറ്റുകൾ പെട്ടെന്ന് നഷ്ടമായി പോയി എന്നുള്ളതാണ്. ഇപ്പം ആദ്യം കോൺവേയുടെ വിക്കറ്റ് ഹർഷിത് റാണ ഒരു കുറ്റി എടുത്തെങ്കിൽ എഗെയിൻ പ്രസീദ് കൃഷ്ണയാണ് വന്നിട്ട് നിക്കോൾസിൻ്റെ വിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ 12.4 ഓവറിൽ 46-2 എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തി. പക്ഷേ പിന്നെ വിക്കറ്റ് എടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ഇപ്പം വില്യങ് ആണെങ്കിലും അതുപോലെ ഡാരിൽ മിച്ചലാണെങ്കിലും, ഡാരിൽ മിച്ചലിന് ലാസ്റ്റ് മാച്ചിൽ ആ സെഞ്ചുറി നഷ്ടമായെങ്കിൽ ഈ ഒരു മത്സരത്തിൽ അതിനുള്ള എല്ലാം വീട്ടി ഉഗ്രൻ ഇന്നിങ്സാണ് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും, എസ്പെഷ്യലി ഡാരിൽ മിച്ചലിൻ്റെ ഭാഗത്തു നിന്ന് 162 റൺസിൻ്റെ ഒരു ഉഗ്രൻ പാർട്ണർഷിപ്പ് നേടിയെടുത്തു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി 2 ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പം യങ് 38 നിൽക്കുന്ന സമയത്ത് രോഹിത് ശർമ്മ ഒരു മിസ്സാണ്, അത് അദ്ദേഹത്തിന് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷേ മിച്ചൽ 80 നിൽക്കുന്ന സമയത്ത് പ്രസീദ് കൃഷ്ണ അതൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു മിസ്സ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. അത് എടുത്തിരുന്നെങ്കിൽ കളി ഏത് തരത്തിൽ മാറിയേനെ എന്നൊക്കെയുള്ളത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പം വില്യങ് 87 നിൽക്കുന്ന സമയത്താണ് കുൽദീപ് യാദവ് വന്ന് വിക്കറ്റ് എടുക്കുന്നത്. അതിനുശേഷം ഒരു ഘട്ടത്തിൽ സെഞ്ചുറി അടിക്കുന്നതിന് മുമ്പ് തന്നെ ഡാരിൽ മിച്ചലിൻ്റെ വിക്കറ്റ് സിറാജ് എടുത്താണ്. പക്ഷേ DRSൽ അത്
നഷ്ടമായി പോകുന്ന സിറ്റുവേഷൻ വന്നു. പിന്നെ വിക്കറ്റുകളൊന്നും നഷ്ടമാകാതെ ഈസിലി ഒരു വിജയം സ്വന്തമാക്കി എടുക്കാനായിട്ട് സാധിച്ചു. അവസാനം ഗ്ലെൻ ഫിലിപ്സ് നല്ലൊരു പാർട്ട്ണർഷിപ്പാണ്, നല്ലൊരു സപ്പോർട്ടാണ് മിച്ചലിന് കൊടുത്തത് എന്നുള്ളതാണ്. ബോളേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും താരങ്ങളൊക്കെ തന്നെ വലിയ തോതിലുള്ളൊരു എക്കോണമി കൂട്ടിയൊന്നും അല്ല. ഇപ്പം കുൽദീപാണ് ഒരു പരിധിവരെ 8 എന്ന നിലയിൽ അല്ലെങ്കിൽ 8+ എന്ന നിലയിലേക്കൊക്കെ പോയത്. ബാക്കി താരങ്ങളൊക്കെ ആ ഒരു ലെവലിലേക്ക് പോയില്ലെങ്കിലും ഈ വിക്കറ്റുകൾ നേടിയെടുക്കുക എന്ന് പറയുന്നൊരു ഒരു ക്രൂഷ്യലായിട്ടുള്ള ഫാക്ടർ ഉണ്ടല്ലോ. ഇപ്പം ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഹർഷിത് റാണയും പ്രസിദ്ധ് കൃഷ്ണയും കുൽദീപും മാത്രമാണ് വിക്കറ്റുകൾ നേടിയിട്ടുള്ളത്. 284 ബോളിൽ റൺസ് ചേസ് ചെയ്ത് വരുമ്പോൾ ന്യൂസിലൻഡ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നൊരു ഫാക്ടറും അവിടെ ഉണ്ടല്ലോ. അതിന് സാധിച്ചിട്ടില്ല. എന്താണെങ്കിലും സീരീസ് 1-1 എന്ന് പറയുന്നൊരു നിലയിലേക്ക് എത്തുന്നു. ഇനി ലാസ്റ്റ് മാച്ച് എന്താണെങ്കിലും ക്രൂഷ്യലാകും എന്ന് പറയുന്നൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. സോ ദാറ്റ്സ് ദി കേസ്. അപ്പം മറ്റൊരു സനിയോ.